മാസപ്പടി വിവാദം കത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുപ്പുറപ്പിക്കാനാവാതെ പിണറായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപിയും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുകയാണ്. കൊച്ചിയിലെ CMRL കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതിയാക്കി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം നൽകിയതിന് പിന്നാലെ CBI ED അന്വേഷണങ്ങൾക്കും കളമൊരുങ്ങുന്നു. ഈ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചാൽ വീണയ്ക്കെതിരെ CBI ED അന്വേഷണങ്ങൾ കൂടി വരും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഇത് പിണറായിക്കും പാർട്ടിക്കും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. CMRLിൽ 13.4% ഓഹരി പങ്കാളിത്തം വ്യവസായ വകുപ്പിന്റെ KSIDCക്ക് ഉള്ളതാണ്. ഈ ഇടപാടിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത്. CMRLിന്റെ ഇടപാടുകളെ നിയന്ത്രിക്കാൻ KSIDCക്ക് കഴിയും. അതിനാൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക്, കരിമണൽ കമ്പനിയായ CMRLിൽ നിന്ന് വാങ്ങിയ 1.72 കോടി രൂപ എന്തിന് നൽകിയെന്നതടക്കം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. ഇത് സ്വാഭാവികമായും പിണറായിലേക്ക് എത്തും. വീണയുടെ കമ്പനിയും CMRLും നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട്. ഇതെല്ലാം വീണ്ടും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്കാണ് വഴി തുറക്കുന്നത്. അഴിമതിരഹിത ഭരണം ഉറപ്പു നൽകിയാണ് 2016-ൽ പിണറായി സർക്കാർ അധികാരമേറ്റത്. നാടിനെയും നാട്ടുകാരെയും വരിഞ്ഞു മുറുക്കുന്ന ഈ ദുർഭൂതത്തെ പിടിച്ചുകെട്ടാൻ ഇടത് സർക്കാർ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് അഴിമതിയുടെ നിഴലിലാണ് പിണറായി 2.0. പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറും രണ്ടാം ഊഴത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിൽ തുടങ്ങി ഇപ്പോൾ ഇതാ പിണറായിയുടെ മകളിൽ വരെ എത്തി നിൽക്കുന്നു ആരോപണങ്ങൾ. സ്വർണ്ണക്കടത്ത്, കരിമണൽ ഖനനം, മാസപ്പടി എന്നിവയിലൂടെ കോടികളുടെ അഴിമതിയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കനകം മൂലം സർക്കാർ ഹലാക്കിലായി. രാജ്യത്തെ മറ്റൊരു സർക്കാരും നേരിടാത്ത ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നത്. രാജ്യദ്രോഹ കുറ്റത്തിന്റെ പട്ടികയിലുള്ള സ്വർണ്ണ കള്ളക്കടത്ത് എന്ന ഗുരുതര കുറ്റമാണ് ചാർത്തിയത്. ഒന്നാം ഘട്ടത്തിൽ പ്രതിപക്ഷവും രണ്ടാം ഘട്ടത്തിൽ ഭരണപക്ഷ MLAയുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതികൂട്ടിയിലാക്കിയത്. M ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിന് പുറമെ IT സെക്രട്ടറിയുടെ പദവിയും വഹിച്ചിരുന്നു. പിണറായിയുടെ തേരാളിയും പോരാളിയുമായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂറിലെ പഴയ ദിവാൻ സർ CPയുടെ റോളാണ് ശിവശങ്കർ വഹിച്ചിരുന്നത്. സർക്കാരുമായി വേണ്ട കരാറുകൾ, കച്ചവടങ്ങൾ എന്തുമേതും പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് തീരുമാനിച്ചിരുന്നത്. അമേരിക്കൻ കമ്പനിയായ സിപ്ലിംഗുമായി താൻ നേരിട്ടാണ് കരാർ ഒപ്പിട്ടതെന്ന് ശിവശങ്കർ വെളിപ്പെടുത്തിയിരുന്നു. അതിനിടയിൽ ദുബായ് കോൺസുലേറ്റിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചേർന്ന വിമാനത്താവളം വഴി സ്വർണ്ണ കള്ളക്കടത്തിലും പങ്കാളിയായി. അദ്ദേഹത്തിന് കൂട്ടായി കോൺസുലേറ്റ് ഉദ്യോഗസ്ഥ സ്വപ്ന സുരേഷും പ്രിൻസിപ്പൽ സെക്രട്ടറിയും അന്യരാജ്യത്തെ ഉദ്യോഗസ്ഥരും ഒത്തുചേർന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി സകല തട്ടിപ്പ് നടത്തിയിട്ടും പിണറായി ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് അണികളും ന്യായീകരണ തൊഴിലാളികളും അലക്കി വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി എന്തോ എടുത്തിട്ട് വെളുപ്പിക്കും എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ അന്തംഗമ്മികൾ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം അതിശക്തമാണ്. കോൺഗ്രസും BJPയും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പലയിടങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി കാട്ടുകള്ളനെന്ന് ജനം പറയും മുമ്പ് പിണറായി വിജയൻ രാജിവെച്ചൊഴിയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും നട്ടില് അവശേഷിക്കുന്നുണ്ടെങ്കിൽ പിണറായിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. മകൾ ജയിലിലേക്ക് പോകുമ്പോഴും അച്ഛൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത് ശരിയാണോ എന്ന് ആ പാർട്ടി ചിന്തിക്കണം. രാഷ്ട്രീയ അക്രമമാണ്, ഗൂഢാലോചനയാണ് എന്നെല്ലാം പിണറായിയെ ട്രോളാനാണ് MK ബാലൻ പറയുന്നതെന്നും V മുരളീധരൻ പരിഹസിച്ചു. മാസപ്പടി എന്ന പേരിൽ കോടികൾ വാങ്ങിയത് എന്ത് സേവനത്തിനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശദീകരിക്കാൻ കൈകൾ ശുദ്ധമെന്ന് പറയുന്ന പിണറായി ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും V മുരളീധരൻ കൂട്ടിച്ചേർത്തു. എന്തൊക്കെയായാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇത്രയും കാലം സർക്കാർ കളിച്ച ഒളിച്ചു കളിക്ക ഉടൻ കർട്ടൻ വീഴുമെന്ന് ഉറപ്പ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കപ്പൽ അഴിമതിയുടെ ഓളങ്ങളടിച്ച് മുങ്ങിത്താടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കൈക്കൂലി കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പിടിയിലാകുന്ന വാർത്തകൾ പുറത്തു വരാത്ത ഒരു ദിവസം പോലുമില്ല.
അഴിമതിക്കെതിരെ നടപടി ഘടിപ്പിച്ചതായി സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൂടുന്നതായാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. പ്രൈവറ്റ് ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കി നൽകുന്നതിനായി പണവും മദ്യവും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് എറണാകുളം RTOയെ വിജിലൻസ് നടുറോഡിൽ വെച്ച് വിലങ്ങണിയിച്ചത്. അയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ വിദേശ മദ്യവും റബ്ബർ ബാൻഡിൽ ചുരുട്ടിവെച്ച 60,000-ഓളം രൂപയും പിടിച്ചെടുത്തു. ബാങ്കുകളിൽ 50 ലക്ഷത്തിൽ കവിഞ്ഞ നിക്ഷേപമുള്ളതായി വിവരം ലഭിക്കുകയും ചെയ്തു. ചെക്കുകളിലും ബില്ലുകളിലും കൃത്രിമം കാണിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തതിന് പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും തണ്ട പേപ്പർ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് 3000 രൂപ കൈക്കൂലി വാങ്ങിയ അതിരപ്പള്ളി വില്ലേജ് ഓഫീസറും സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷനിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും പെട്രോൾ പമ്പിനായ ഭൂമിയുടെ തരം മാറ്റുന്നതിന് കൈക്കൂലി വാങ്ങിയ പന്തീരങ്കാവ് വില്ലേജ് ഓഫീസറും പിടിയിലായത് അടുത്ത ദിവസങ്ങളിലാണ്. നിയമസഭയിലെ ഒരു ചോദ്യത്തിന് വിജിലൻസിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി നൽകിയ മറുപടി അനുസരിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ ഡിസംബർ വരെയുള്ള 3.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 393 അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 146 പേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഇക്കാലയളവിൽ വിവിധ സർക്കാർ ഓഫീസുകളിലെ 539 ജീവനക്കാരുടെ അഴിമതി കൈക്കൂലി കേസുകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കണക്കുകൾ തന്നെ അപൂർണവും യഥാർത്ഥ അഴിമതി കേസുകളുടെ ചെറിയൊരു അംശവും മാത്രമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മിക്കപ്പോഴും കൈക്കൂലിക്കാരെ പിടിക്കാൻ വിജിലൻസ് എത്തുന്ന വിവരം അവർ നേരത്തെ അറിയുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിക്കുകയും വ്യക്തമായ തെളിവുകളോടെ കേസ് പിടികൂടാൻ സാധിക്കാത്ത തരത്തിൽ അവർ കാര്യങ്ങൾ ഒതുക്കുകയും ചെയ്തിരിക്കും. ഉദ്യോഗസ്ഥൻ കൈക്കൂലി ചോദിച്ച വിവരം ബന്ധപ്പെട്ട കക്ഷികൾ വിജിലൻസിൽ റിപ്പോർട്ട് ചെയ്താൽ പ്രത്യേകം അടയാളപ്പെടുത്തിയ നോട്ടുകൾ നൽകിയും മറ്റു കെണികൾ പെടുത്തിയുമാണ് വിജിലൻസ് പിടികൂടുന്നത്. ഇതിനെ അതിജീവിക്കാൻ പണം നേരിട്ട് കൈപ്പറ്റാതെ മറ്റു പല മാർഗേണയുമാണ് പല വിരുദ്ധന്മാരും കാശ് പോക്കറ്റിലാക്കുന്നത്. ഡിജിറ്റൽ അക്കൗണ്ടുകൾ വ്യാപകമാക്കുകയും സാധാരണക്കാർ പോലും ഈ സംവിധാനം വൻതോതിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ഗൂഗിൾ പേ ഉപയോഗപ്പെടുത്തിയും മറ്റാരും അറിയാതെ കൈക്കൂലി വാങ്ങാനാകും. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന പേരിൽ അഴിമതിക്കെതിരെ കഴിഞ്ഞ വർഷം വിജിലൻസ് പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അഴിമതി സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ എത്രയും വേഗം നടപടി ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ സർക്കാരിന് നിയന്ത്രിക്കാനാകാത്ത വിധം ശക്തി ആർജിച്ചിരിക്കുകയാണ് സർവീസ് മേഖലയിലെ അഴിമതി ലോബി. വിജിലൻസിന്റെ ഏത് നീക്കങ്ങളെയും മറികടക്കാൻ അവർ പുതിയ വഴികൾ കണ്ടെത്തും. മാത്രമല്ല, അഴിമതി പിടികൂടിയാൽ തന്നെ കുറ്റവാളികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെ നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ സാങ്കേതികമായ കടമകളേറെയാണ്. ഇതും അഴിമതി ലോബിക്ക് തുണയാകുന്നു. കക്ഷി രാഷ്ട്രീയത്തിനും ഉന്നതനുമായുള്ള അഴിമതിക്കാരുടെ വൈയംഗിക സ്വാധീനത്തിനുമുണ്ട് അഴിമതി വളർത്തുന്നതിൽ വലിയൊരു പങ്ക്. അഴിമതി കേസിൽ പിടിക്കപ്പെട്ട വ്യക്തി ഭരണകക്ഷിക്കാരനാണോ, രാഷ്ട്രീയ തലത്തിൽ സ്വാധീനമുള്ളവരാണോ, പാർട്ടി ഫണ്ടുകളിലേക്ക് സംഭാവന നൽകുന്നവരാണോ എങ്കിൽ ആ സ്വാധീനം ഉപയോഗിച്ച് നിയമത്തിന്റെ കുരുക്കുകളിൽ അകപ്പെടാതെ ഊരിപ്പോകാറുണ്ട്. സർവീസ് മേഖലയിലെ അഴിമതി നിർമ്മാർജ്ജനത്തിന് സൗദി അറേബ്യ അടുത്തിടെ ചില നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. രാജ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വരുമാനം കർശനമായി നിരീക്ഷിക്കുകയാണ് ഇതിൽ പ്രധാനം. ഒരു ഉദ്യോഗസ്ഥൻ സർവീസിൽ പ്രവേശിച്ച ശേഷം അയാളുടെ വരുമാനത്തിലുണ്ടാകുന്ന വർധന അഴിമതി വിരുദ്ധ ഉദ്യോഗസ്ഥർ കർശനമായി നിരീക്ഷിക്കും. ജീവനക്കാരന്റെയോ കുടുംബത്തിന്റെയോ സ്വത്ത് വർധന നിയമപരമായ വരവിനേക്കാൾ കവിഞ്ഞതായി കണ്ടാൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സംശയകരമായ ഇടപാടോ സമാനമായ സാഹചര്യങ്ങളോ കണ്ടെത്തിയാലും പിരിച്ചുവിടും. ജീവനക്കാരുടെ ഇടപാടുകളിലും സേവനങ്ങളിലും സുതാര്യത ഇല്ലാത്ത വന്നാൽ കർശന നടപടികൾക്ക് വിധേയമാകും. നമ്മുടെ രാജ്യത്തും ആവശ്യമാണ് സമാനമായ നടപടി. കൂടുതൽ ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാതെ ഇടയ്ക്കിടെ വിജിലൻസ് റെയ്ഡുകൾ നടത്തിയതുകൊണ്ട് മാത്രം നാടിന്റെ ശാപമായി മാറിക്കഴിഞ്ഞ അഴിമതിയെ നിർമ്മാർജ്ജനം ചെയ്യാനാകില്ല. എന്തൊക്കെയായാലും അഴിമതിയുടെ കരിനിഴലിൽ നിൽക്കുന്ന പിണറായി സർക്കാരിന് ഇനി ഒരു നിലനിൽപ്പ് ഉണ്ടാകില്ലെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാര്യങ്ങളൊക്കെ ഈ സ്ഥിതിക്കാണെങ്കിൽ വൈകാതെ ഒരു രാജി, അതും നല്ല ഒന്നാം തരം മുഖ്യമന്ത്രിയുടെ രാജി കാണാനുള്ള യോഗം നമുക്ക് ഉണ്ടാകാനാണ് സാധ്യത.